ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവർ, നമ്മളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ പരിശുദ്ധമായ സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിഷേകത്തിന് കാരണമാകട്ടെ. ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ കർത്താവെ, വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും യേശു തമ്പുരാൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകം കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വ്യക്തികളുടെ ജീവിത മാതൃക നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങളിന് പ്രധാനമായി സാമുവലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. സാമുവലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ 2 തരത്തിലുള്ള മാതാപിതാക്കന്മാരെ ഇന്ന് വചനം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. 2 തരത്തിലുള്ള മാതാപിതാക്കന്മാർ. 1-ാമത്തെ തരത്തിലുള്ള മാതാപിതാക്കന്മാരുടെ പ്രതിനിധിയായി സാമുവലിൻ്റെ 1-ാം പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ഹന്നയെയാണ്. ഹന്നയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മക്കളില്ല. അവൾ വലിയ കണ്ണുനീരോടെ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ വന്ന് നിലവിളിച്ച് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, നീ എനിക്കൊരു മകനെ നൽകിയാൽ ഞാൻ മരണം വരെ അവനെ നിനക്ക് പ്രതിഷ്ഠിക്കും. 1 സാമുവൽ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ കാണുന്നു. കർത്താവേ, നീ എനിക്കൊരു മകനെ നൽകിയാൽ അവൻ്റെ മരണം വരെ ഞാൻ അവനെ നിനക്ക് പ്രതിഷ്ഠിക്കും. മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന ഒരു മാതാവ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും ഭൗതികമായ സ്വപ്നങ്ങളാണ്. എൻ്റെ മകൻ നല്ല ഒരു ഡോക്ടറാകണം, എൻ്റെ മകൻ ഒരു വലിയ എൻജിനീയർ ആകണം, എൻ്റെ മകൻ ഒരു അഡ്വക്കറ്റ് ആകണം, എൻ്റെ മകള് നല്ല നഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കണം, പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ എൻ്റെ മക്കൾ ഉണ്ടാക്കണം, അവരിലൂടെയൊക്കെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകണം എന്നൊക്കെ സ്വപ്നം കാണുന്ന മാതാപിതാക്കന്മാരാണ് നമ്മളിൽ പലരും. പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഹന്നയെപ്പോലെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? കർത്താവേ, നീ എനിക്ക് തന്ന മകനെ, നീ എനിക്ക് തന്ന മകളെ മരണം വരെ നിനക്ക് ഞാൻ പ്രതിഷ്ഠിക്കും. വിശുദ്ധിയിൽ എൻ്റെ മകനെ, വിശുദ്ധിയിൽ എൻ്റെ മകളെ ഞാൻ വളർത്തും. അല്ലെങ്കിൽ എൻ്റെ മകനൊരു വിശുദ്ധനാകണം, എൻ്റെ മകളൊരു വിശുദ്ധയാകണം എന്നൊക്കെ നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിർമ്മല ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്നിരുന്ന് വിശുദ്ധിയിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കർത്താവ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. സാമുവലിൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ആദ്യത്തെ മാതാപിതാക്കന്മാരുടെ പ്രതിനിധി ഹന്നയാണ്. എന്നാൽ 2ാമതായി നമ്മൾ കാണുന്ന ഒരു മാതാപിതാക്കന്മാരുടെ പ്രതിനിധിയായി നമുക്ക് കാണാവുന്നത് പുരോഹിതനായ ഏലിയാണ്. ഹന്നയെപ്പോലെ ഏലിയും ഒരപ്പനാണ്. ഹന്ന അമ്മയാണ്, ഏലി ഒരപ്പനാണ്. ഏലിക്ക് 2 മക്കളുണ്ട്. ഏലിയുടെ മക്കളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം 1 സാമുവൽ 2-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നു, അവർ ദുർമാർഗികളാണ്, ദൈവത്തെ ഭയമില്ലാത്തവരാണ്, വിശുദ്ധിയില്ലാത്തവരാണ്, പാപത്തിൽ ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഏലി പുരോഹിതനാണ്, ജനത്തെ നയിക്കുന്നവനാണ്, കർത്താവിൻ്റെ വചനം പഠിച്ചവനാണ്, അറിഞ്ഞവനാണ്, പഠിപ്പിക്കുന്നവനാണ്. എന്നിട്ട് ഈ പുരോഹിതനായ ഏലിയുടെ മക്കളുടെ ജീവിതം, പ്രിയപ്പെട്ടവരെ, കാരണം മറ്റൊന്നുമല്ല, ഏലി മക്കളെക്കുറിച്ച് സ്വപ്നം കാണാത്ത ഒരു പിതാവാണ്.
ഹന്നയെപ്പോലെ ഒരിക്കലും ഏലി തൻ്റെ മക്കളെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. അതിന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാമുവേലിൻ്റെ 1 സാമുവേൽ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോകുന്നു. ഏലിയെക്കുറിച്ച് പറയുന്നതാണ്. മക്കൾ ദൈവദൂഷകരാണെന്ന്, മക്കൾ പ്രാർത്ഥിക്കാത്തവരാണെന്ന്, മക്കൾ പള്ളിയിൽ പോകാത്തവരാണെന്ന്, മക്കൾ മദ്യപിക്കുന്നവരാണെന്ന്, മക്കൾ പുകവലിക്കുന്നവരാണെന്ന്, മക്കൾ രാത്രി 12 മണിക്കും 1 മണിക്കും വീട്ടിൽ വരുന്നവരാണെന്ന് അറിഞ്ഞിട്ടും തിരുത്താഞ്ഞതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏലിയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും മേൽ നിത്യമായ നാശം കർത്താവ് അയക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, ഈ ശാലോം ടിവിയുടെ മുൻപിലിരുന്ന് വചനം ധ്യാനിക്കുമ്പോൾ, സഹോദര സഹോദരി, ഒരു കാര്യം ധ്യാനിക്കണ്ടേ? നമ്മൾ ഈ 2 കൂട്ടരിൽ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? ഹന്നയെപ്പോലെ കർത്താവേ, എൻ്റെ മകൻ ഒരു വിശുദ്ധനാകണം, എൻ്റെ മകൾ ഒരു വിശുദ്ധയാകണം, അവർ ദൈവശുശ്രൂഷകരാകണം, കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാവാണോ, ഒരു പിതാവാണോ നീ? അല്ലെങ്കിൽ ഏലിയെപ്പോലെ മക്കളെക്കുറിച്ച് ഒരിക്കലും ശ്രദ്ധയില്ലാതെ, മക്കളെ ഒരിക്കലും തിരുത്താതെ, മക്കളെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കാതെ, മക്കളെ ഒരിക്കലും പള്ളിയിൽ പോകാൻ നിർബന്ധിക്കാതെ, മക്കളെ അവരുടെ ജീവിതത്തിന്, അഴിഞ്ഞാട്ടത്തിന്, കുത്തഴിഞ്ഞ ജീവിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരപ്പനാണോ, ഒരമ്മയാണോ നീ? പ്രിയപ്പെട്ടവരെ, ഏലിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മക്കൾ ദൈവദൂഷകരാണെന്ന്, മക്കൾ പ്രാർത്ഥിക്കാത്തവരാണെന്ന്, പാപജീവിതത്തിലാണെന്ന് അറിഞ്ഞിട്ടും തിരുത്താഞ്ഞത് കൊണ്ട് നമ്മളിൽ എത്രയോ മാതാപിതാക്കന്മാർ ഈ ഏലിയുടെ ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. സഹോദര സഹോദരി, നിന്റെ മകന്, നിന്റെ മകൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നെന്ന് എത്രയോ പ്രാവശ്യം നിനക്ക് അറിയാമായിരുന്നു. നിനക്ക് തിരുത്താനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, എന്നിട്ട് നീ തിരുത്തിയിട്ടില്ല. മാതാപിതാക്കന്മാരുടെ കടമയാണ് മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്ന്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വഴക്കുണ്ടാക്കും, ഒച്ചപ്പാടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാത്തവരുണ്ട്. ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ സഹോദരി പള്ളി വരാത്തത്, എന്താ സഹോദരി പ്രാർത്ഥനയ്ക്ക് വരാത്തത്? അപ്പോൾ അവരൊക്കെ പറയുന്ന, അച്ഛാ കുഞ്ഞ് ചെറുതാണ്, കുഞ്ഞ് പള്ളിയിൽ ഒച്ചയുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, അതുകൊണ്ട് കുഞ്ഞിനൊരു പ്രായമായതിനു ശേഷം പള്ളി വരാമെന്ന് വെച്ചു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ മുതൽ ദൈവസാന്നിധ്യത്തിൽ വളർത്തുമ്പോൾ, അവരെ പ്രാർത്ഥനയിൽ വളർത്തുമ്പോൾ, അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ ഇരുത്തുമ്പോൾ, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കൾ വിശുദ്ധിയിലേക്ക് വളരും. അവർ പ്രായമായതിനു ശേഷം അല്ല അവരെ കൊണ്ടുവരേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം, ദൈവവിശ്വാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനം വലിയ ശക്തമായ ഇരുതല വാളുപോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുറച്ച് കയറട്ടെ. ഇന്ന് നമ്മൾ പലരും മാതാപിതാക്കന്മാരാണ്. മക്കളെക്കുറിച്ച് സ്വപ്നം കാണാത്തവരുണ്ട്, മക്കളെക്കുറിച്ച് സ്വപ്നം കണ്ടവരുണ്ട്. സ്വപ്നം കണ്ട മാതാപിതാക്കന്മാരുടെ മക്കളൊക്കെ വലിയ വിശുദ്ധരായിട്ടുണ്ട്. അനേകം ആളുകളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ വർഷങ്ങൾ സ്വപ്നം കണ്ട മോനിക്ക പുണ്യവതിയുടെ മകൻ വലിയ വിശുദ്ധനായി. പ്രിയപ്പെട്ടവരെ, മക്കളെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരപ്പനും അമ്മയുമുണ്ട്. ഒരു വീട്ടിലെ 5 പേര് വിശുദ്ധരായി. കത്തോലിക്ക സഭയിൽ ലൂയി മാർട്ടിനും ഷെലിൻ ഗുരനും നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അപ്പനും അമ്മയുമാണ് അവർ. തങ്ങൾക്കുണ്ടായ മക്കളിൽ 3 പേരും വിശുദ്ധരായി. 5 മക്കളിൽ 9 മക്കളായിരുന്നു. അതിൽ 4 പേര് ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെയുള്ള 5 പേരായിരുന്നു. 5 പേരും കന്യാസ്ത്രീകളായിരുന്നു. അതിൽ 3 പേര് വിശുദ്ധരായി. അപ്പനും അമ്മയും വിശുദ്ധർ. പ്രിയപ്പെട്ടവർ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. കാരണം എന്താണെന്നറിയാവോ? മക്കളെക്കുറിച്ച് ആ മാതാപിതാക്കന്മാർ സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകള് വിശുദ്ധയാകണം, എൻ്റെ മകന്, എൻ്റെ മകള് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാകണമെന്ന് സ്വപ്നം കണ്ട മാതാപിതാക്കന്മാർ, ദൈവം അവർക്ക് കൊടുത്ത വലിയ സമ്മാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് സ്വപ്നം കാണാം നമ്മുടെ മക്കളെക്കുറിച്ച്. എൻ്റെ മകനൊരു വിശുദ്ധനാകണം, എൻ്റെ മകളൊരു വിശുദ്ധയാകണം, അവൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ജീവിക്കണം. ഡോക്ടറായിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ അവർക്കൊരു വിശുദ്ധനായ ഡോക്ടറാകാൻ, ഒരു വിശുദ്ധയായ ഡോക്ടറാകാൻ, ഒരു വിശുദ്ധനായ എൻജിനീയറാകാനൊക്കെ ആഗ്രഹിക്കാൻ പാടില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായവും ഇതുപോലെ തന്നെ 2 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണിച്ചു തരുന്നു.
2-ാം അധ്യായത്തിൽ 2 തരത്തിലുള്ള ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നു. യുവാക്കളെ അല്ലെങ്കിൽ യുവതികളുടെ പ്രതിനിധിയായ 2 തരത്തിലുള്ള വ്യക്തികൾ. 2-ാം അധ്യായത്തിൽ ഒന്ന് സാമുവലാണ്, ഒരു 20-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. രണ്ടാമത്തേത് ഏലിയുടെ മക്കളാണ്, ഹോബ്നിയും ഫിനഹാസും. ഏകദേശം സമപ്രായക്കാരാണ്. പ്രിയപ്പെട്ടവർ, അയലോക്കംകാരാണ്, സമപ്രായക്കാരാണ്, കളിച്ചു വളരുന്നവരാണ്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ 2 കൂട്ടരുടെയും സ്വഭാവത്തിൽ. സാമുവലിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അവൻ ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചവനാണ്. ചെറുപ്പക്കാരനാണ്, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനാണ്. ബാലനായ സാമുവൽ ആകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു വന്നു. 1 സാമുവൽ 2-ാം അധ്യായം 21-ാം വാക്യം. പ്രിയപ്പെട്ടവർ, എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇന്നും ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന കാല് ഉറപ്പിച്ചു നിൽക്കുന്ന നാട്ടിൽ അനേകം മക്കൾ സാമുവലിനെ പോലെയുണ്ട്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. കർത്താവിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന അനേകം മക്കളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹോബ്നിയെ പോലെ, ഫിനഹാസിനെ പോലെ ദുർമാർഗികൾ, ദുഷ്ടര്, ദൈവസാന്നിധ്യത്തിൽ ദൂരെ ജീവിക്കുന്നവർ, പാപത്തിൽ മുഴുകിക്കഴിയുന്നവർ, ദൈവസാന്നിധ്യത്തിലേ ഒരിക്കൽ പോലും വരാത്തവർ, പ്രിയപ്പെട്ടവർ, അനേകം ചെറുപ്പക്കാരുകളുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് 2 തരത്തിലുള്ള യുവതികളുടെ പ്രതിനിധിയായി കർത്താവ് ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ചെറുപ്പക്കാർ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പറയാറുണ്ട്, അച്ഛാ ഒത്തിരി പ്രാവശ്യം ഞാൻ ധ്യാനം കൂടി നന്നാകണമെന്നൊക്കെ കരുതിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അച്ഛാ, എൻ്റെ കൂട്ടുകാരൻ ശരിയല്ല, എൻ്റെ കൂട്ടുകാരൻ ശരിയില്ലാത്തതുകൊണ്ട് നന്നാകാൻ പറ്റുന്നില്ല അച്ഛാ. അല്ലെങ്കിൽ ചിലർ പറയും, അച്ഛാ ഞങ്ങൾ താമസിക്കുന്ന കോളനി ശരിയല്ല അച്ഛാ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, ശരിയാകണമെന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കണമെന്നുണ്ട്, പാപം ഉപേക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കോളനി ശരിയല്ല, എൻ്റെ അപ്പനും അമ്മയും ശരിയല്ല, എൻ്റെ കുടുംബ സാഹചര്യം ശരിയല്ല. അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ അവൻ്റെ മാനുഷികമായ സഹജവാസനയനുസരിച്ച് ജീവിക്കാനല്ല ദൈവം അവനെ വിട്ടത്. മറിച്ച് അവന് ബുദ്ധിയും വിവേകവും ജ്ഞാനവും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്, അതിനെ ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മൃഗങ്ങൾ അങ്ങനെയല്ല. മൃഗങ്ങൾ ജീവിക്കുന്നത് ബുദ്ധിയോ ജ്ഞാനമോ വിവേകമോ ഒന്നും ഉപയോഗിച്ചല്ല, അത് അവയ്ക്കില്ല. അവ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സഹജവാസന അനുസരിച്ചാണ്. ഉദാഹരണം നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ കുഞ്ഞ്, ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നു. 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ആ കുഞ്ഞിന് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. അമ്മയുടെ മുലപ്പാൽ കുടിക്കാനും കരയാനും ആരും പഠിപ്പിക്കേണ്ട, അത് കുഞ്ഞ് തന്നെ അറിയാം. ബാക്കിയുള്ള സകല കാര്യങ്ങളും ഒരു കുഞ്ഞിന് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. നടക്കാൻ പഠിപ്പിക്കണം, വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കണം, പല്ല് തേക്കാൻ പഠിപ്പിക്കണം, കുളിക്കാൻ പഠിപ്പിക്കണം, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം, വർത്താനം പറയാൻ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് സഹജ വാസനയനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നമ്മൾ ഒരു ദ്വീപിൽ കൊണ്ടുപോയിടുമെന്ന് വിചാരിക്കും. മനുഷ്യരില്ല, അവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, എല്ലാം മെഷീൻസ്, യന്ത്രങ്ങളുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ കാണാനായിട്ട് ദ്വീപിലേക്ക് ചെല്ലുന്നു. അവിടെ മനുഷ്യരാരുമില്ല. നിങ്ങളവിടെ ചെല്ലുകയാണെങ്കിൽ ആ കുഞ്ഞ് ഹായ് ഡാഡി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വരുമോ? ഇല്ല. കാരണം ആ കുഞ്ഞെന്ത് പറയും? ബ എന്ന് പറയും. കാരണം അവന് സംസാരിക്കാൻ അറിയില്ല. കാരണം അവനെ ആരും സംസാരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ് മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജ്ഞാനവും വിവേകവും ഒക്കെ അവനെ ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. മൃഗങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അതിന് ജന്മവാസനയുണ്ട്. ഒരു പട്ടിക്കുഞ്ഞ് ഉണ്ടായ ഉടനെ തന്നെ ആ പട്ടിക്കുഞ്ഞിനെ നമ്മൾ എടുത്ത് പട്ടികളില്ലാത്തൊരു സ്ഥലത്ത് പൂച്ചകൾ മാത്രമേ ഉള്ളൂ അവയുടെ മധ്യത്തിലേക്ക് വിടുന്നു എന്ന് വിചാരിക്കുക. ഈ പട്ടിക്കുഞ്ഞ് വളരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞ് ഈ പട്ടിക്കുഞ്ഞ് ബൗ ബൗ ഒന്ന് കുരയ്ക്കോ, മ്യാവും മ്യാവും എന്ന് കരയോ? നിങ്ങളെന്ത് പറയുന്നു? വേറെ ഒരു പട്ടി അവിടെയില്ല, കണ്ടിട്ടില്ല, ആരും അതിനെ കുരയ്ക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ പട്ടി ബൗ ബൗ എന്ന് മാത്രമേ കുരയ്ക്കുള്ളൂ, അത് മ്യാവും മ്യാവും എന്ന് കരയില്ല. കാരണം ഈ മൃഗങ്ങൾക്കൊക്കെ അവയ്ക്കൊരു ജന്മവാസനയുണ്ട്, അതനുസരിച്ചാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പല ചെറുപ്പക്കാരും പറയാറുണ്ട്, അച്ഛാ എൻ്റെ കൂട്ടുകാർ ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരിയല്ലാത്തത്, എൻ്റെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരിയല്ലാത്തത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു മനുഷ്യനല്ല, ഒരു മൃഗമാണെന്നാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. കാരണം സഹജവാസനയനുസരിച്ച് ജീവിക്കുന്നത് മൃഗങ്ങളാണ്, മനുഷ്യനല്ല. അവൻ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു, അത് മാനുഷികമല്ല. നമ്മുടെ നാട്ടിലൊക്കെ പട്ടികൾ ഇങ്ങനെ തെരുവിൽ കൂടെ ഒത്തിരി പട്ടികളൊക്കെ കാണാറുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ ഒരു പട്ടി ഇങ്ങനെ വൈകുന്നേരം നമ്മൾ ഓലിയിടുക എന്ന് പറയും, പട്ടി ഓലിയിടുക അല്ലെങ്കിൽ കൂവുക. അപ്പോൾ ഒരു പട്ടി ഓലിയിട്ടാൽ ആ കൂടത്തിലുള്ള മുഴുവൻ പട്ടികൾ ഓലിയിടും. നമ്മളൊരു കാര്യം ചെയ്യുക, ആ ഒരു പട്ടിയെ വിളിച്ചിട്ട്, പട്ടി എന്താ ഇങ്ങനെ ഓലിയിടുന്നത്, എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ പട്ടി എന്ന് പറയുന്നറിയാം, എനിക്കറിയാൻ പാടില്ല, ദേ ആ പട്ടി ഓലിയിട്ടു ഞാൻ ഓലിയിട്ടു. അപ്പോൾ ആ പട്ടിയെ വിളിച്ച് പറഞ്ഞാലോ, എന്താ ഓലിയിടുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആ പട്ടി എന്ന് പറയും, എനിക്കറിയാൻ പാടില്ല, കാരണം എന്താണെന്ന്, ദേ എൻ്റെ മുമ്പിലുള്ള പട്ടി ഓലിയിട്ടു ഞാൻ ഓലിയിട്ടു. സഹജവാസന അനുസരിച്ച് അവൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു, അവൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു, കാരണം എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവർ, നമ്മളിൽ പലരും അങ്ങനെയാണ്. എന്താ സഹോദര നിന്റെ തലമുടി ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചാൽ കാരണം അറിയാൻ പാടില്ല. അവർ പറയും, എനിക്കറിയാൻ പാടില്ല, അവൻ അങ്ങനെ ചെയ്തു ഞാനും അങ്ങനെ ചെയ്തു. എന്താ സഹോദര നിന്റെ പാൻറ് മുഴുവൻ കീറിയിരിക്കുന്നേ എന്ന് ചോദിച്ചാൽ കാരണം അറിയാൻ പാടില്ല. അപ്പോൾ അവർ പറയും, എനിക്കറിയാൻ പാടില്ല അച്ഛാ, ദേ അവൻ അങ്ങനെയുള്ള പാൻറ് ഇട്ടു ഞാനും അങ്ങനെയുള്ള പാൻറ് ഇട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മാനുഷികതയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് അതിനർത്ഥം. നിന്റെ കൂട്ടുകാർ എത്ര മോശക്കാരാണെങ്കിലും നിനക്ക് വേണമെങ്കിൽ നന്നാകാൻ പറ്റും. സാമൂഹലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. സാമൂഹലിൻ്റെ കൂട്ടുകാരെ ഫിനഹാസും ഹോപ്നിയുമായിരുന്നു. അമ്മര് മഹാ തെമ്മാടികളായിരുന്നു. പക്ഷേ സാമൂഹൽ തെമ്മാടിയായില്ല. വേണ്ട എന്നുള്ളത് വേണ്ട എന്ന് വെക്കാൻ സാമൂഹലിന് കഴിഞ്ഞു. നോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവർ സാധിക്കണം. നിനക്ക് കർത്താവ് ജ്ഞാനവും വിവേകവും തന്നിട്ടുണ്ട്. എന്താണ് നല്ലത്, എന്താണ് മോശമെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് വേണ്ട എന്നുള്ളതിനെ വേണ്ട എന്ന് വെക്കാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി വളരുന്നത്. അല്ലെങ്കിൽ നീ ഒരു മൃഗത്തിൻ്റെ സ്വഭാവമുള്ളയാളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, എൻ്റെ ചെറുപ്പക്കാരാ, കൂട്ടുകാരി, ഇന്ന് സാമുവേലിൻ്റെ 1 സാമുവേൽ 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. സാമുവേലിൻ്റെ ജീവിതവും ഈ ഹോപ്നിയും ഫിനഹാസിൻ്റെയും ജീവിതവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവരിൽ നിന്ന്. സാമുവേലിനെ പോലെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാകാൻ, സാമുവേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി മാറാൻ. സാമുവേൽ നമുക്കറിയാം, സാമുവേൽ കിടന്നത് ദേവാലയത്തിൽ വിശുദ്ധ സക്രാരിയുടെ താഴെയാണ് സാമുവേൽ കിടന്നത്. എന്നിട്ട് സാമുവേൽ ദൈവം വിളിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരെ, ദൈവസാന്നിധ്യത്തിൽ കഴിയുന്നവർക്ക് മാത്രമേ ദൈവസ്വരം ശ്രവിക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ പോലും ദൈവസാന്നിധ്യത്തിൽ കടന്നു വരാത്തവരായിരുന്നു ഏലിയുടെ മക്കൾ ഹോംനിയും ഫിനഹാസും. അവരുടെ കൂട്ടുകാരൻ സാമുവേൽ വലിയ വിശുദ്ധനായിരുന്നു. ഒരിക്കൽ പോലും അവർ ഈ സാമുവേലിനെ ഒന്ന് അനുകരിക്കാൻ, അല്ലെങ്കിൽ സാമുവേലിൻ്റെ കൂട്ടത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ, സാമുവേലിൻ്റെ കൂട്ടത്തിലൊന്ന് പള്ളിയിൽ പോകാനൊന്നും ശ്രമിച്ചിട്ടില്ല. സഹോദര സഹോദരി, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് നിൻ്റെ ജീവിതത്തിൽ തുളച്ച് കയറുന്നുണ്ടെങ്കിൽ, ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇരുതല വാള് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ 2 വശത്തും മൂർച്ചയുള്ളതല്ല ഇരുതല വാള്. നമ്മൾ ഇരുതല മൂരി എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. അതിൻ്റെ മുൻപിലും പിറകിലും, അതായത് 2 അറ്റത്തുമാണ് തല. അതുകൊണ്ടാണ് നമ്മൾ ഇരുതല മൂരി എന്ന് പറയുന്നത്. ഈ 2 അറ്റത്തും, അല്ലാതെ ഇങ്ങനെയുള്ള അറ്റത്തല്ല, ഇങ്ങനെയുള്ള അറ്റത്താണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാളും അങ്ങനെയാണ്. ഈ 2 സൈഡിലല്ല അതിൻ്റെ മൂർച്ച, ഈ അറ്റത്തും ഈ അറ്റത്തുമാണ്. 2 അറ്റങ്ങളിൽ മൂർച്ചയുള്ളതാണ്. അതൊരു പ്രത്യേക ഉപകരണമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധത്തിൻ്റെ അവസാന നിമിഷത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരായുധമാണ്. അത് പിടിക്കുന്നത് അതിൻ്റെ സെൻട്രലാണ്, മധ്യത്തിലാണ്. ഈ 2 വശത്തേക്കും ഇങ്ങനെ നീണ്ടു നിൽക്കും. 2 വശത്തും ഒരുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു വാളാണ്. 2 വശത്തും മൂർച്ചയുണ്ട്. കാരണം യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി, ഇനി ഒന്നെങ്കിൽ ശത്രു കൊന്നുകളയും എന്ന് കരുതുന്ന സമയത്ത് ശത്രുവിൻ്റെ കരങ്ങൾ കൊണ്ട് മരിക്കാൻ ആഗ്രഹമില്ലാത്ത പട്ടാളക്കാരൻ സ്വന്തമായി കുത്തി മരിക്കാൻ വേണ്ടി ഒരേ സമയം ശത്രുവിനെ കുത്തുന്നു, അതേ സമയം തന്നെയും കുത്തുന്നു. അങ്ങനെ ശത്രുവും മരിക്കും, താനും മരിക്കും. അങ്ങനെയുള്ള ഒരു ആയുധമാണത്.
വചനം ഇതുപോലെയാണ്. ഒരാൾ വചനം പറയുമ്പോൾ കേൾക്കുന്നവനെ അത് മുറിപ്പെടുത്തുന്നു, പറയുന്നവനെയും മുറിപ്പെടുത്തുന്നു. അതാണ് വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പറയുന്നവനിലും അത് മാനസാന്തരത്തിന് കാരണമാകുന്നു, കേൾക്കുന്നവനിലും അത് മാനസാന്തരത്തിന് കാരണമാകുന്നു. അതാണ് വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അപ്പോൾ രണ്ടുപേരിലും സഹോദര സഹോദരി, ഇന്ന് ഈ ഒരു വചനം നിന്നെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്കൊരു വലിയ അവസരം തരുന്നുണ്ട് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, അതുപോലെ സാമൂലിൻ്റെ 1 സാമൂലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും ഇതുപോലെ രണ്ടുപേരെ നമ്മൾ കാണുന്നത്. 2 തരത്തിലുള്ള മനുഷ്യരെ, 2 തരത്തിലുള്ള ദൈവശുശ്രൂഷകരാണ്. 2 തരത്തിലുള്ള ദൈവശുശ്രൂഷകർ. ഒന്ന് സാമൂവലാണ്, ഒന്ന് ഏലിയാണ്. സാമൂവലിൻ്റെ പ്രത്യേകത ദേവാലയത്തിൽ താമസിച്ചവർ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീർക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ സാമൂവല് ദേവാലയത്തിൽ കടന്നു, ഏലിയോ സ്വന്തം മുറിയിൽ കടന്നു. 2 തരത്തിലുള്ള ദൈവശുശ്രൂഷകർ. സാമൂവൽ എവിടെ താമസിച്ചു? ദേവാലയത്തിൽ കടന്നുറങ്ങി. ഏലി സ്വന്തം മുറിയിലും. അവിടെ തന്നെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവശുശ്രൂഷകൻ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കേണ്ടവനാണ്. സാമൂവൽ ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചു. ഏലിയാകട്ടെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്ന് അവൻ സ്വന്തം മുറിയിൽ കടന്നു. അവിടെ തന്നെ ഏലിയുടെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ ഏലിയുടെ ജീവിതത്തിലെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ കാണുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുമ്പോൾ നമ്മളെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു കർത്താവിൻ്റെ ദർശനങ്ങൾ വളരെ വിരളമായി. കാരണം കുറേ വർഷങ്ങളായി ഏലിയാണ് ആ ദേവാലയത്തിലെ പുരോഹിതൻ. ദൈവ സാന്നിധ്യത്തിൽ ഇല്ലാത്ത മനുഷ്യനാണ്, പ്രാർത്ഥനയ്ക്ക് വരാത്ത മനുഷ്യനാണ്, ദൈവവുമായി ബന്ധമില്ലാത്തവനാണ്. കണ്ണുകൾ കാണാതെ മങ്ങിത്തുടങ്ങിയെന്ന് വചനം. ഏലിയുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ജനത്തെ ദൈവത്തിലേക്ക് നയിക്കേണ്ടവൻ്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി. കാഴ്ചയില്ലാത്തവൻ എങ്ങനെയാണ് ജനത്തെ നയിക്കാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പലരും, വചന ശുശ്രൂഷകരാകട്ടെ ദൈവ ശുശ്രൂഷകാരെ പലരും ഇങ്ങനെയാണ്. ജനത്തെ നയിക്കേണ്ടവർക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഏലി. പക്ഷേ സാമൂവൽ അങ്ങനെയല്ല. സാമൂവൽ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവശുശ്രൂഷകൻ. എന്നിട്ട് സാമൂവലിനോട് ദൈവം സംസാരിക്കുന്നു. പല പ്രാവശ്യം ദൈവം ഏലിയെ വിളിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. പക്ഷേ ഏലി എപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. കാരണം ഒരിക്കലും ഏലി ദേവാലയത്തിലില്ല, ഒരിക്കലും ഏലി പള്ളിയിലില്ല. ഏലി എപ്പോഴും സ്വന്തം മുറിയിലാണ്. ദൈവം വിളിച്ച് മടുത്ത് ദൈവം നിർത്തി വിളിക്കൽ. അവസാനം ഒരു ദിവസം ദൈവം ഒന്ന് ശ്രമിക്കാമെന്ന് നോക്കുമ്പോൾ ഒരു ഫോൺ അടിക്കുന്നുണ്ട്. അൾത്താരയുടെ അല്ലെങ്കിൽ വിശുദ്ധ സക്രാരിയുടെ താഴെ ഒരാൾ കിടക്കുന്നുണ്ട്. അയാളുടെ ഫോൺ അടിക്കും. നോക്കിയപ്പോൾ സാമൂല, പുതിയൊരു പയ്യനാണ്. അപ്പോൾ ദൈവം വിളിച്ചു. സാമൂലിന് അറിയാൻ പാടില്ല ദൈവം സംസാരിക്കുമെന്നൊന്നും. സാമൂൽ പെട്ടെന്ന് ദൈവസ്വരത്തിന് കാതോർക്കുന്നു. 3 പ്രാവശ്യം ഏലിയുടെ അടുത്ത് ചെല്ലുന്നു. അതിനുശേഷം ഏലി പറഞ്ഞു കൊടുക്കുന്നു ദൈവമാണെന്ന്. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് നമ്മളിൽ വലിയ മാനസാന്തരത്തിന് കാരണമാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ധ്യാനിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച കർത്താവ് നൽകിയ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയാം. ഞാൻ 2 തരത്തിലുള്ള മാതാപിതാക്കന്മാർ, ഹന്നയെയും ഏലിയെയും നമ്മൾ ധ്യാനിച്ചപ്പോൾ കർത്താവെ, ഞാൻ ഏത് തരത്തിലുള്ള മാതാപിതാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്? മക്കളെക്കുറിച്ച് സ്വപ്നം കണ്ട ഹന്നയെപ്പോലെയോ, മക്കളെക്കുറിച്ച് സ്വപ്നമില്ലാത്ത ഏലിയെപ്പോലെയോ? 2 തരത്തിലുള്ള ചെറുപ്പക്കാർ, സാമൂലും ഹോപ്നിയും ഫിനഹാസും. ദൈവസാന്നിധ്യത്തിൽ വളർന്ന ജീവിക്കുന്ന സാമൂൽ എന്ന ചെറുപ്പക്കാരനെ പോലെ ഞാനൊരു വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണോ? അല്ലെങ്കിൽ ഹോപ്നിയും ഫിനഹാസിനെ പോലെ ദൈവസാന്നിധ്യത്തിൽ വിട്ടു നിൽക്കുന്നവനാണോ? 2 തരത്തിലുള്ള ദൈവശുശ്രൂഷകർ, പുരോഹിതർ നമ്മൾ 3-ാം അധ്യായത്തിൽ ധ്യാനിച്ചപ്പോൾ ഞാൻ സാമൂലിനെ പോലെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവശുശ്രൂഷകനാണോ? അല്ലെങ്കിൽ ഏലിയെപ്പോലെ സ്വന്തം മുറിയിൽ, സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ, സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവശുശ്രൂഷകനാണോ? എന്താണെങ്കിലും കർത്താവിൻ്റെ വചനം മുറിപ്പെടുത്തുന്ന വാളാണ്. ഇരുതല വാള് പോലെ ജീവിതത്തെ മുറിപ്പെടുത്തട്ടെ, മാനസാന്തരത്തിന് കാരണമാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.